രാവിലെ 8 മണി. ഫോറൻസിക് സംഘം സ്റ്റോർ റൂമിൽ വീണ്ടും പരിശോധന നടത്തി. CI കാർത്തിക് മുറിയിലെ ഓരോ ഇഞ്ചും ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവരിലെ പഴയ തടി അലമാരയിലേക്ക് വീണു. "ഈ അലമാര ഒന്ന് മാറ്റി നോക്കൂ." 2 പോലീസുകാർ ചേർന്ന് അലമാര മാറ്റി. അപ്പോൾ ചുമരിൽ ഒരു ചെറിയ ഇരുമ്പ് ഹാൻഡിൽ. "സാർ, ഇവിടെ ഒരു വാതിൽ പോലെയുണ്ട്." ഹാൻഡിൽ വലിച്ചതും ചുമരിൻ്റെ ഒരു ഭാഗം പതുക്കെ തുറന്നു. അകത്ത് ഇരുട്ട് മാത്രം. ടോർച്ച് തെളിച്ച് കാർത്തിക് അകത്തേക്ക് നടന്നു. ചെറിയ ഒരു മുറി, പൊടി പിടിച്ച കസേര, തകർന്ന ഒരു മേശ, ഒരു പഴയ പെട്ടി. മുറിയിൽ വർഷങ്ങളായി ആരും കയറാത്തതുപോലെ തോന്നി. പക്ഷേ ഒരു മൂലയിൽ ഒരു പുതിയ കാലടിപ്പാടുകൾ. "ഇവിടെ അടുത്ത ദിവസങ്ങളിൽ ആരോ വന്നിട്ടുണ്ട്," കാർത്തിക് പതുക്കെ പറഞ്ഞു. പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു പഴയ ഫോട്ടോ ആൽബം. ആദ്യ ഫോട്ടോ കണ്ട നിമിഷം എല്ലാവരും ഞെട്ടി. അതിൽ 15 വർഷം മുൻപുള്ള ഒരു കുടുംബചിത്രം. ചെറിയ കുട്ടിയായ ആര്യ. അവളുടെ അടുത്ത് ഒരു 12 വയസ്സുകാരൻ. പിന്നിൽ നിൽക്കുന്ന ഒരാൾ ഗോവിന്ദൻ. അതായത് ഗോവിന്ദന് ആര്യയെ നേരത്തെ അറിയാമായിരുന്നു. കാർത്തിക് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഗോവിന്ദനെ വീണ്ടും ചോദ്യം ചെയ്തു. "ഈ ഫോട്ടോയിൽ നിങ്ങളല്ലേ?" ഗോവിന്ദൻ്റെ കൈകൾ വിറച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞു. "അതെ സാർ, പക്ഷെ ഞാൻ ആര്യയെ ഉപദ്രവിച്ചിട്ടില്ല." "അപ്പോൾ എന്തിനാണ് കള്ളം പറഞ്ഞത്?" ഗോവിന്ദൻ കസേരയിലിരുന്ന് കരയാൻ തുടങ്ങി. 15 വർഷം മുൻപ് ഞാൻ ജോലി ചെയ്തിരുന്നത് ആര്യയുടെ അച്ഛൻ്റെ തറവാട്ടിലായിരുന്നു. ഒരു രാത്രിയിൽ അവിടെ ഒരു വലിയ സംഭവം നടന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ ആ നാട് വിട്ടുപോയി. ആര്യയെ വീണ്ടും കാണുമെന്ന് ഒരിക്കലും കരുതിയില്ല." മുറിയിൽ ആകെ നിശബ്ദത. "എന്തായിരുന്നു ആ സംഭവം?" കാർത്തിക് ചോദിച്ചു. ഗോവിന്ദൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് ഒരു പോലീസുകാരൻ ഓടി വന്നു. "സാർ, ആര്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിവാഹത്തിന് 2 ദിവസം മുൻപ് 5 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട്." "ആ പണം എവിടെയാണ്?" ആര്യയുടെ അച്ഛൻ ഞെട്ടി. "അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല." അതേസമയം ഫോറൻസിക് ഓഫീസർ പുതിയ റിപ്പോർട്ടുമായി എത്തി. "സാർ, ആര്യയുടെ നഖത്തിനടിയിൽ നിന്ന് കിട്ടിയ DNA അത് ഈ വീട്ടിലുള്ള ആരുടേതുമല്ല." മുറിയിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കി. "അപ്പോൾ ഈ വീട്ടിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നോ?" കാർത്തിക് ചോദിച്ചു. ഫോറൻസിക് ഓഫീസർ തലകുലുക്കി. "അതെ സാർ, പക്ഷേ ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ ഇനിയും സമയം വേണം." അപ്പോൾ കാർത്തിക്കിൻ്റെ ഫോൺ മുഴങ്ങി. "സാർ, വീടിൻ്റെ പിന്നിലെ കിണറ്റിൽ നിന്ന് ഒരു വിവാഹമോതിരം കിട്ടിയിട്ടുണ്ട്." കാർത്തിക് ഓടിച്ചെന്നു. മോതിരം പരിശോധിച്ചപ്പോൾ അതിൽ കൊത്തിവെച്ചിരുന്നത് A എന്നായിരുന്നു. ആര്യയും ആദിത്യനും കൈമാറിയ വിവാഹമോതിരം. പക്ഷേ ആ മോതിരത്തിൽ ചെറിയൊരു രക്തക്കറ ഉണ്ടായിരുന്നു. കാർത്തിക് മോതിരം കയ്യിൽ പിടിച്ച് പതുക്കെ പറഞ്ഞു. "ആര്യ ഈ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ഈ വീട്ടിൽ തന്നെ എന്തോ സംഭവിച്ചിരിക്കുന്നു." ഇന്നത്തെ ചോദ്യം: ഗോവിന്ദൻ മറച്ചുവെച്ച 15 വർഷം പഴക്കമുള്ള സംഭവം എന്തായിരിക്കും? പഴയ ഒരു അപകടം, ഒരു കൊലപാതകം, ഒരു കുടുംബരഹസ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക.